നമസ്കാരം. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ കോയമ്പത്തൂരിലേക്ക് പോവാണ്. ഇപ്പോൾ ഉള്ളത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒന്ന് ഇൻ്റർസിറ്റി ഉണ്ട്. നമ്മുടെ മലബാറിൻ്റെ സ്വന്തം റോക്കറ്റ് എന്നും അതുപോലെ തന്നെ മലബാറിൻ്റെ ഗതിമാൻ എന്നൊക്കെ വിളിപ്പേരുള്ള വണ്ടിയാണ് ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അതിന് നമ്മൾ പയ്യന്നൂരിൽ നിന്ന് കയറിയിട്ട് നേരെ കോയമ്പത്തൂരിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇൻ്റർസിറ്റി 12:30 ഇവിടെ എത്തിയിട്ട് ഡിപ്പാർട്ട് ആവേണ്ടതാണ്. ഇന്നൊരു 10 മിനിറ്റ് ഡിലേ ആണ്. ഇപ്പോൾ 12:40 ആയപ്പോൾ വരുന്നുണ്ട് പതുക്കെ. ഒരു P4 ലോക്കോ. ഈ കാണുന്ന D1-ലാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏതോ ഒരു വിൻഡോ സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഇപ്പുറത്തെ സൈഡായിരിക്കും. ട്രാക്ക് സൈഡ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അത് പൊതുവെ അങ്ങനെയാണല്ലോ. ഇതൊരു 2008 നിർമ്മിച്ച കോച്ചാണ് കേട്ടോ. 12:42 ആയപ്പോൾ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് ഡിപ്പാർട്ടായേ. അങ്ങനെ കണ്ണൂരിൽ നിന്ന് വണ്ടി എടുത്തു. സമയം 1:10 കഴിഞ്ഞു കേട്ടോ. ഒരു ആദർശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോനെ ഇവിടെ വെച്ച് കണ്ടു. ഞാനിവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ വന്നിട്ട് വർത്താനം പറഞ്ഞ പുള്ളി വീഡിയോ ഒക്കെ കാണാറുണ്ട് പറഞ്ഞു. അങ്ങനെ കണ്ണൂരിൽ നിന്ന് നമ്മൾ ഡിപ്പാർട്ടായി. ഇത്തവണ സീറ്റ് ഇപ്പുറത്തെ സൈഡാണ് കിട്ടിയത് കേട്ടോ. ട്രാക്ക് സൈഡ് കിട്ടിയിട്ടില്ല. അത് പൊതുവെ അങ്ങനെയാണ്. അത് നമ്മുടെ റെയിൽ ഫാൻസുകാർക്ക് റെയിൽവേ കൊടുക്കുന്ന ശാപമാണെന്ന് തോന്നുന്നു. എങ്ങനെ ബുക്ക് ചെയ്താലും ട്രാക്ക് സൈഡ് സീറ്റ് തരൂല. എന്തൊരു പണ്ടാരാണോ അതൊക്കെ. നമ്മൾ പോകുന്ന ഇൻ്റർസിറ്റിയുടെ നമ്പർ 22609 എന്നാണ്. ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇത് മംഗലാപുരം സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 11:05 എടുത്തിട്ട് കോയമ്പത്തൂരിൽ അന്നത്തെ ദിവസം വൈകുന്നേരം 6:25 ആവുന്ന സമയത്തെത്തും. ഏകദേശം 407 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 7 മണിക്കൂറും 20 മിനിറ്റ് മാത്രമാണ് ഈ വണ്ടി എടുക്കുന്നത്.
നമ്മളങ്ങനെ കണ്ണൂർ കഴിഞ്ഞ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരിയാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത്. ഈ ഒരു വണ്ടിയുടെ പുറം ഭാഗത്ത്, അതായത് കോച്ചുകൾക്ക് ഫുള്ള് പരസ്യം ഒട്ടിച്ച കോച്ചുകളാണ്. അതുപോലെ തന്നെ ഉൾവശത്തും ഇഷ്ടം പോലെ പരസ്യം ഒട്ടിച്ചിട്ടുണ്ട്. 62 ലക്ഷത്തിലധികം പേർക്ക് മുടങ്ങാതെ ക്ഷേമ പെൻഷൻ ലഭിച്ച കേരളം, ദേശാഭിമാനിയുടെ പരസ്യം മൊത്തം കൊടുത്തിട്ടുള്ളത്. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ തുടർച്ചയായി നമ്പർ 1 ആയ കേരളം, നാടിനൊപ്പം നേരിനൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയാ പരസ്യം ഒട്ടിച്ചിട്ടുള്ളത് കണ്ടോ. അങ്ങനെ 1:25 ആയപ്പോൾ നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറേ ആൾക്കാർ കയറുന്നുണ്ട്. ഈ വണ്ടിക്ക് കൂടുതലും റിസർവേഷനെക്കാട്ടിലും കോച്ചുള്ളത് ജനറൽ കോച്ചുകളാണുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ജനറലിന് കയറാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായിട്ടുണ്ട്. നമ്മുടെ ഈ പോകുന്ന വണ്ടി സർവീസ് ആദ്യമായിട്ട് തുടങ്ങിയത് 2011 ആ സമയത്ത് മംഗലാപുരത്ത് നിന്നും പാലക്കാട് വരെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. തൊട്ടടുത്ത വർഷം തന്നെ, അതായത് 2011 സർവീസ് ആരംഭിച്ച് 2012 ഈ വണ്ടി പാലക്കാട് നിന്ന് നേരെ കോയമ്പത്തൂരിലേക്ക് എക്സ്റ്റെൻഡ് ആക്കി. അങ്ങനെയാണ് മംഗലാപുരം കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ആയിട്ട് ഈ വണ്ടി ഓടാൻ വേണ്ടി തുടങ്ങിയത്. നമ്മുടെ പാലക്കാട് ഡിവിഷന് ഒരുപാട് വണ്ടികൾ ഉണ്ടെങ്കിലും കൂടുതലും അവിടെ ഇവിടെ ഇങ്ങനെ നിർത്തി തുഴച്ചൽ പോകുന്ന വണ്ടികളാണ് കൂടുതലും പാലക്കാട് ഡിവിഷനുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ വണ്ടി പാലക്കാട് ഡിവിഷൻ്റെ ഒരു എന്താ പറയണ്ടേ, അത്രയും പ്രയോറിറ്റി കിട്ടുന്ന വണ്ടിയാണ്. ഇതുപോലത്തെ വണ്ടി വേറെ ഇല്ല പാലക്കാട് ഡിവിഷന്. അങ്ങനെ 1:39 വടകര എത്തേണ്ട നമ്മൾ 1:43 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. വെറും 4 മിനിറ്റ് ഡിലേ അടിച്ചിട്ട് അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വണ്ടി പാലക്കാട് ഡിവിഷൻ്റെ ഹൈ പ്രയോറിറ്റി കിട്ടുന്ന ട്രെയിനാണെന്ന് പറഞ്ഞില്ലേ. അതുപോലെ വേറൊരു പ്രത്യേകത കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. മംഗലാപുരം കോയമ്പത്തൂർ സ്ട്രെച്ചിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ബാക്കി എല്ലാ വണ്ടികളും, വേറെ ലോങ് ഡിസ്റ്റൻസ് വണ്ടിയായാലും ഏത് വണ്ടിയായാലും ഇതിനേക്കാളും സമയമെടുത്തിട്ടാണ് മംഗലാപുരം അല്ലെങ്കിൽ മംഗലാപുരം ജംഗ്ഷൻ, മംഗലാപുരം സെൻട്രൽ എവിടുന്ന് നോക്കിയാലും കോയമ്പത്തൂരിലേക്ക് എത്തുന്ന ഫാസ്റ്റസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റാണ്. 1:47 ആയപ്പോൾ വടകരയിൽ നിന്ന് വണ്ടി ഡിപ്പാർട്ടായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് ഈ വണ്ടിക്ക് വരുന്നത് കോഴിക്കോടാണ്. വളരെ കുറച്ച് സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഇൻ്റർസിറ്റിക്ക് മലബാർ ഏരിയയിലുള്ള റോക്കറ്റ് എക്സ്പ്രസ് എന്ന പേരുണ്ട് കേട്ടോ. റെയിൽ ഫാൻസുകാരിട്ട പേരാണ് റോക്കറ്റ് എന്ന പേര്. അത്രയും പ്രയോറിറ്റി കിട്ടുന്ന നമ്മുടെ മലബാർ ഏരിയയിൽ, അതുപോലെ തന്നെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിൽ ഏറ്റവും പ്രയോറിറ്റി കിട്ടുന്ന ഒരു ട്രെയിനാണ് നമ്മൾ പോകുന്ന ഈ ഒരു കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അതുകൊണ്ട് തന്നെ മലബാറിൻ്റെ റോക്കറ്റ് എന്നൊരു പേര് ഈ ഒരു വണ്ടിക്കുണ്ട്. അതുപോലെ വേറൊരു പേര് കൂടി നമുക്ക് ഈ ഒരു വണ്ടിക്ക് വേണമെങ്കിൽ പറയാം. മലബാറിൻ്റെ സ്വന്തം ഗതിമാൻ എക്സ്പ്രസ് എന്ന പേരും പറയാൻ പറ്റും കേട്ടോ. അത്രയും പ്രയോറിറ്റി കിട്ടുന്ന വണ്ടിയാണ്. അടിച്ച് പറത്തി പോകുന്നൊരു മലബാറിൻ്റെ സ്വന്തം വണ്ടിയാണ് ഈ ഒരു ഇൻ്റർസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് മലബാറിൻ്റെ ഗതിമാൻ എന്നും മലബാറിൻ്റെ റോക്കറ്റ് എന്നൊക്കെ പേര് ഈ ഒരു വണ്ടീനെ നമുക്ക് വിളിക്കാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ കുറഞ്ഞ കേട്ടോ. ഇപ്പോൾ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിക്കോടി സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പരിപാടികളുണ്ടാവും ട്രാക്കിൽ, വെറുതെ സ്പീഡ് കുറക്കൂല. 2:17 ഇനി കോഴിക്കോട് ഈ വണ്ടിക്ക് കയറേണ്ടത്. നമ്മൾ പോകുന്ന ഈ ഇൻ്റർസിറ്റിയുടെ തൊട്ട് മുന്നിൽ തന്നെ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു വണ്ടി കൂടി ഉണ്ട് കേട്ടോ. മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് എന്നാണ് ആ വണ്ടിയുടെ പേര്. ഈ വണ്ടി എടുക്കുന്നതിനും 1-2 മണിക്കൂർ മുന്നെയാണ് മംഗലാപുരത്ത് നിന്ന് ആ വണ്ടി എടുക്കുന്നത്. പക്ഷേ ആ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സ്പ്രസ് ആണെങ്കിലും വെറും പാസഞ്ചറിൻ്റെ സ്വഭാവം കാണിക്കുന്ന വണ്ടിയാണ്. ഏതൊക്കെ സ്റ്റോപ്പുണ്ടോ ആ സ്റ്റോപ്പിലൊക്കെ സകലമാന സ്ഥലത്ത് നിർത്തി വെറുപ്പിച്ച് കയ്യിൽ തരുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ് ആ കോയമ്പത്തൂർ എക്സ്പ്രസ് എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെയല്ല ഈ വണ്ടിക്ക് മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിൽ വരെ വെറും 13 സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് ഉള്ളത്. മറ്റേ വണ്ടിക്കാണെങ്കിൽ മുക്കിലും മൂലയിലും സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ ഒരു വൃത്തികെട്ട വണ്ടിയാണ് ആ കോയമ്പത്തൂർ എക്സ്പ്രസ്. പക്ഷേ ഈ വണ്ടി പറപ്പിച്ച് പോകുന്ന നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. സൂപ്പർ ഫാസ്റ്റ് എന്ന കാറ്റഗറിയോട് 100% നീതി പുലർത്തുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഇൻ്റർസിറ്റി.
2:17 കോഴിക്കോട് കയറണതാണ്. ഇപ്പോൾ 2:25 പതുക്കെ പതുക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടേക്ക്. ഇവിടെ സ്റ്റേഷനിൽ ഒരു എഗ് ബിരിയാണി മേടിച്ചിട്ടുണ്ട്. 80 രൂപ. നല്ല വിശപ്പുണ്ട്, കഴിക്കട്ടെ. സമയം 2:30 അടുത്ത സ്റ്റേഷനായിട്ടുള്ള പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട്. ഇവിടെ 2:45 എത്തേണ്ടത് 3 മണിക്കാണ് എത്തിയത്. ഒരു 15 മിനിറ്റിൻ്റെ ഡിലേ. നമ്മളങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങി. വണ്ടിയിൽ അധികം ആൾക്കാർ കയറിയിട്ടില്ല, ആൾക്കാർ ഇറങ്ങാനുണ്ട് ഇവിടെ. ട്രാക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. രാത്രിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ സൈഡിൽ ട്യൂബ് ലൈറ്റ് കെട്ടിയിട്ട് കുറേ ദൂരത്തിൽ അങ്ങ് കെട്ടിയിട്ടുണ്ട് രാത്രിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സ്ലീപ്പറും കാര്യങ്ങളൊക്കെ പഴയ സ്ലീപ്പർ മാറ്റിയിട്ട് പുതിയ സ്ലീപ്പറൊക്കെ ഇടുന്ന പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അരക്കോണത്തിൻ്റെ P4 ആണ് കേട്ടോ നമ്മുടെ സാരഥി 222/55 നമ്പർ. നമ്മൾ പോകുന്ന ഈ ഒരു ഇൻ്റർസിറ്റിയുടെ റേക്കിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് മംഗലാപുരം സെൻട്രൽ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ വെച്ചാണ് ഇതിൻ്റെ വാഷിങ്ങും മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത്. അതുപോലെ മംഗലാപുരം തിരുവനന്തപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ്സിലെ ആ വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ ഒരു ഇൻ്റർസിറ്റി എന്ന് പറയുന്നത്.
തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്ത് എത്തുന്ന വണ്ടിയുടെ, അതായത് ഏറനാട് എക്സ്പ്രസിൻ്റെ റേക്കാണ് അടുത്ത ദിവസം രാവിലെ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് ഇൻ്റർസിറ്റി ആയിട്ട് പോകുന്നത്. അതുപോലെ കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് എത്തുന്ന ഇൻ്റർസിറ്റിയുടെ റേക്കാണ് അടുത്ത ദിവസം രാവിലെ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഏറനാട് എക്സ്പ്രസ് ആയിട്ടും പോകുന്നത്. ടോട്ടൽ 4 റേക്ക് വെച്ചിട്ടാണ് ഇവർ ഈ ഏറനാട് എക്സ്പ്രസിൻ്റെയും ഈ ഒരു ഇൻ്റർസിറ്റിയുടെയും സർവീസ് നടത്തുന്നത്. മൂന്ന് 47 ഷൊർണൂർ കയറേണ്ട നമ്മുടെ ഇൻ്റർസിറ്റി 4:05 ആകാനായപ്പോൾ ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാസിപ്പേട്ട് ലോക്കോ ഷെഡിൻ്റെ ട്വിൻസ് G9 വെച്ചിട്ടൊരു BCN പോകുന്നുണ്ട് അപ്പുറം. നമ്മൾ വരാൻ വേണ്ടി പിടിച്ചിട്ടതാണ് അത്. ഇനി അത് മെല്ലെ ഇവിടെ നിന്ന് എടുക്കുമായിരിക്കും. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. സമയം 4:06 കേട്ടോ. കുറേ ആൾക്കാർ ഇറങ്ങും, കുറച്ച് ആൾക്കാർ കയറും. ഇതിൻ്റെ തൊട്ട് പുറകിൽ മറ്റേ കോയമ്പത്തൂർ എക്സ്പ്രസ്സും വരുന്നുണ്ടല്ലോ, അതിന് ഫുള്ള് ജനറലാണ്. അതിന് കയറാനും കുറേ ആൾക്കാരുണ്ടാവും. ഇത് കണ്ടോ, ഫുള്ള് ദേശാഭിമാനി പത്രത്തിൻ്റെ പരസ്യ. ഈ ഒരു പത്രത്തിൽ ഫുള്ള് പാർട്ടി വാർത്ത അല്ലാതെ വേറൊരു എന്താ പറയണ്ടേ, അങ്ങനെ ഒരു വാർത്ത ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ. പാർട്ടി വിരുദ്ധത പറഞ്ഞതൊന്നുമല്ല, ഈ പത്രത്തിനെ കുറിച്ച് പറഞ്ഞാണ്. ദേശാഭിമാനി, ദേശത്തിനെ കുറിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല, മൊത്തം പാർട്ടി വാർത്തകളല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല കണ്ടൻ്റായിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, മറ്റേ മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് മറ്റേ പാസഞ്ചറിൻ്റെ സ്വഭാവമുള്ള വണ്ടി, ഇതിന് ഈ ഒരു ഇൻ്റർസിറ്റി ഓവർടേക്ക് ചെയ്യുന്ന അതങ്ങനെ തന്നെ ഓവർടേക്ക് ചെയ്തു. ഷൊർണൂരിൽ എത്തുന്നതിന് മുമ്പേ മറ്റേ വണ്ടീനെ ഓവർടേക്ക് അടിച്ചിട്ട് കയറി വന്നു. എന്നിട്ട് ഈ വണ്ടിയാണ് ഇനി ആദ്യം നമ്മുടെ കോയമ്പത്തൂർ കയറുന്നത്. മറ്റേ വണ്ടി 8 മണിക്ക് എങ്ങനെ കോയമ്പത്തൂർ കയറുള്ളൂ. മറ്റേ വണ്ടിക്ക് കോയമ്പത്തൂർ എക്സ്പ്രസ്സിനാണ് നിങ്ങൾ വരുന്നെങ്കിൽ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലെത്താൻ 11 മണിക്കൂർ ആ ട്രെയിനിലിരിക്കണം. പണി തീരും. ഇതിനാണെങ്കിൽ വെറും 7 മണിക്കൂറും 20 മിനിറ്റും മാത്രം ഇരുന്നാൽ മതി. അങ്ങനെ 4:16 ആയപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പിൽ വണ്ടിക്ക് വരുന്നത് ഒറ്റപ്പാലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട്, പിന്നെ നേരെ കോയമ്പത്തൂർ. അങ്ങനെ 4:32 ആയപ്പോൾ നമ്മൾ ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തി. പാലക്കാട് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണിത്, ഒറ്റപ്പാലം. ഈ വണ്ടിയുടെയാണ് പറഞ്ഞത് കേട്ടോ. തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ പാലരുവി എക്സ്പ്രസ്സും വന്നേക്കുന്നുണ്ട്. പാലക്കാട് തൂത്തുക്കുടി പാലരുവി. അങ്ങനെ ഒറ്റപ്പാലത്ത് നിന്ന് നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായിട്ടുണ്ട്. സമയം ഇപ്പം 4:35. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് പാലക്കാടാണ്, ഒറ്റപ്പാലം. കോച്ചുകളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാർജിങ് സോക്കറ്റാണ് കേട്ടോ. ചാർജിങ് സോക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം എവിടെയും കാണാനില്ല. മൊത്തം ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും സ്വിച്ച് അല്ലാതെ സോക്കറ്റുകളൊന്നുമില്ല.
അതൊരു വലിയ പോരായ്മയാണ്. കണ്ടോ? അങ്ങനെ 5 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 4:42 എത്തേണ്ട വണ്ടിയാണ് കേട്ടോ. 5 മണി കഴിഞ്ഞ് 1 മിനിറ്റായി, 5:01. പാലക്കാട് നിന്ന് ഇനി കോയമ്പത്തൂരിലേക്ക് 55 കിലോമീറ്ററാണ് ഉള്ളത്. അത് കവർ ചെയ്യാനായിട്ട് ഈ വണ്ടിക്ക് 6:25 എത്തണം എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 5 മണിക്കെത്തി, 1 മണിക്കൂറും 25 മിനിറ്റും ഉണ്ട്. എന്തായാലും 55 കിലോമീറ്റർ പോകാൻ അത്രയൊന്നും സമയം വേണ്ട. ഒരു 6 മണിയൊക്കെ 6:15 ആവുന്ന സമയത്ത് കോയമ്പത്തൂരിൽ കയറുമെന്ന് വിചാരിക്കാം. പാലക്കാട് നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. നമ്മുടെ കോച്ചിലെ തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഇവിടെ പാലക്കാട് എത്തിയപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയി. ഇപ്പം സീറ്റൊക്കെ കാലിയാണ്. 3x3 സീറ്റിംഗ് ലേഔട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെയും 3, ഇവിടെയും 3. പക്ഷേ കുറച്ച് സൈസുള്ള 3 ആളാണെങ്കിൽ നല്ല കൺജസ്റ്റഡ് ആണ്. ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ട് ഇരിക്കേണ്ടി വരും, മസിൽ പിടിച്ചിരിക്കേണ്ടി വരും. പിന്നെ മൊത്തം പരസ്യം, ഞാൻ രാവിലെ പറഞ്ഞില്ലേ. പിന്നെ ചാർജിങ് സോക്കറ്റ് ഇല്ല, അതും ഒരു മെയിൻ കൺസേൺ ആണ്. ഈ വശത്തും ഇല്ല, ഈ സൈഡിലും ഇല്ല. ഇങ്ങോട്ടേക്ക് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. ഞാൻ ഈയിടക്ക് നിലമ്പൂരിലേക്ക് വന്നില്ലേ, അത്രയൊന്നും ചൂട് ഇപ്പോഴില്ല കേട്ടോ. എന്തോ സമാധാനം. ഞാൻ വിചാരിച്ചു ഞാൻ വെന്തുരുകുമെന്ന്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കഞ്ചിക്കോട് കഴിഞ്ഞു കേട്ടോ. ഇനി നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കഞ്ചിക്കോട് നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇപ്പുറത്തെ ലൈനിലൂടെയാണ് വന്നത് കേട്ടോ. അപ്പുറത്തെ ലൈനിലൂടെ വന്നാലാണ് മറ്റേ കഞ്ചിക്കോട് കഴിഞ്ഞിട്ട് ആ വളഞ്ഞ് വരുന്ന ആ വിഷ്വലൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇപ്പുറത്തൂടെ നമ്മൾ വന്നേ. നമ്മളിപ്പോൾ വാളയാറ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. കേരളത്തിൻ്റെ സ്വന്തം സിമെൻറ്റ്, മലബാർ സിമെൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ അത് വാളയാറിലുള്ളത്. നമ്മളങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോത്തന്നൂർ ജംഗ്ഷൻ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പില്ല. പുറത്തുകൂടെ ഒരു ബോക്സ് ആൻഡ് ഫ്രൈറ്റ് ഇതേ പോകുന്നു, കൽക്കരി. നമ്മളിവിടെ പോത്തന്നൂരിൽ പിടിച്ചു കേട്ടോ. 1 മിനിറ്റ് നിർത്തിയിട്ടുണ്ടാവില്ല, അപ്പം തന്നെ നമുക്ക് സിഗ്നൽ കിട്ടി. എന്നിട്ട് വേഗം തന്നെ എടുത്തു. നമ്മളെ ഔട്ടറിൽ കൊണ്ടുവന്ന് വീണ്ടും പിടിച്ചു ഗൈസ്. സമയം ഇപ്പം 6:07 6:25 കോയമ്പത്തൂർ ജംഗ്ഷനിൽ കയറ്റേണ്ടത്. ടൈം ആവാനാവുമ്പോഴേ കയറ്റാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ 6:15 കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട് ഔട്ടറിന്ന്. ഞാനിപ്പോൾ അതൊക്കെ കയറ്റുമായിരിക്കും. ഇനി എവിടെയും പിടിക്കാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു.
നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. 5 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ടാണ് ഇവിടെ കയറിയത് കേട്ടോ. 6:20 ആവുന്ന സമയത്ത് കോയമ്പത്തൂരിലേക്ക് കയറ്റി. ദൈവനാണ് നമ്മുടെ സാരഥി ഉണ്ടായിരുന്നത് കേട്ടോ. അരക്കോണത്തിൻ്റെ WP4 222-55 നമ്പർ. അപ്പം നമ്മുടെ മലബാറിൻ്റെ റോക്കറ്റ് എന്നും ഗതിമാൻ എന്നൊക്കെ വിളിപ്പേരുള്ള ചെല്ലപ്പേരുള്ള നമ്മുടെ മംഗലാപുരം സെൻട്രൽ കോയമ്പത്തൂർ ജംഗ്ഷൻ ഇൻ്റർസിറ്റിയുടെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഇനി രാത്രിക്ക് ഇവിടുന്ന് എടുക്കുന്ന രാത്രി 12:30 എടുക്കുന്ന കോയമ്പത്തൂർ മന്നാർഗുഡി ചെമ്മൊഴി എക്സ്പ്രസ്സിന് കയറിയിട്ട് ഞാൻ മന്നാർഗുഡിയിലേക്ക് പോകും. ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ചെമ്മൊഴി എക്സ്പ്രസിൻ്റെ വീഡിയോ. അതിന് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. അതിൻ്റെ റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. കുറച്ച് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്ലിപ്പായിട്ടിടാം. അപ്പോഴേ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. നമ്മൾ വന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന വണ്ടി കണ്ടോ? ഇത് നാഗർകോയിൽ എക്സ്പ്രസ് ആണ്. നാഗർകോയിലിലേക്ക് പോകുന്ന വണ്ടിയാണ് കോയമ്പത്തൂരിൽ നിന്ന്. നമ്മൾ ചെമ്മൊഴി എക്സ്പ്രസ്സിന് പോകുന്നു പറഞ്ഞില്ലേ, ആ വണ്ടിയായിട്ട് റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ നാഗർകോയിൽ എക്സ്പ്രസ് കേട്ടോ. ഈ വണ്ടി തന്നെയാണ് നാഗർകോയിലെത്തിയിട്ട് കൊല്ലം പാസഞ്ചറായിട്ട് പോകുന്നതും. അതിൻ്റെ ലോക്കോ ഈറോഡ് ലോക്കോ ഷെഡിൻ്റെ 77ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ ട്രൈ കളർ ലിവറി അടിച്ചിട്ടുള്ള P4 ആണേ. 225-43 നമ്പർ. കോയമ്പത്തൂരിലെ ഷണ്ടിങ് ഡ്യൂട്ടി ചെയ്യുന്നൊരു ആൽക്കോ ഉണ്ടോ, WDG3A. അപ്പോൾ ഈ ഒരു ഇൻ്റർസിറ്റിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ദിവസം ചെമ്മൊഴി എക്സ്പ്രസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.